ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവം സ്വന്തം ഛായയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. താൻ സൃഷ്ടിച്ച മനുഷ്യന് കടലിലെ മത്സ്യങ്ങളുടെ മേലും ആകാശത്തിലെ പറവകളുടെ മേലും ഭൂമിയിൽ ചരിക്കുന്ന സകല ജീവികളുടെയും മേൽ ദൈവം ആധിപത്യം നൽകി. എല്ലാ കന്നുകാലികൾക്കും ആകാശത്തിലെ പറവകൾക്കും വയലിലെ മൃഗങ്ങൾക്കും അവൻ പേരിട്ടു. ഉൽപ്പത്തി 2:20. താൻ സൃഷ്ടിച്ചവയെല്ലാം നല്ലതാണെന്ന് ദൈവം കണ്ടു. ദൈവം അവനെ ഏദൻ തോട്ടത്തിലാക്കി. എന്നാൽ തനിക്ക് ഇണങ്ങിയ ഒരു തുണയെ കണ്ടെത്താൻ അവന് കഴിഞ്ഞില്ല. അതുകൊണ്ട് ദൈവമായ കർത്താവ് മനുഷ്യനെ ഗാഠനിദ്രയിലാഴ്ത്തി ഉറങ്ങിക്കിടന്ന അവന്റെ വാരിയെല്ലുകളിൽ ഒന്ന് എടുത്തതിനു ശേഷം അവിടെ മാംസം കൊണ്ട് മൂടി. മനുഷ്യനിൽ നിന്ന് എടുത്ത വാരിയെല്ലുകൊണ്ട് അവിടുന്ന് സ്ത്രീക്ക് രൂപം കൊടുത്തു. ഉൽപ്പത്തി 2:21-22 തിരുവചനങ്ങൾ. ദൈവം സ്ത്രീയെ ആദത്തിന് മുമ്പിൽ കൊണ്ടുവന്നു. അവളെ കണ്ടപ്പോൾ അവൻ പറഞ്ഞു, ഇതാ എൻ്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയും മാംസത്തിൽ നിന്നുള്ള മാംസവും. നരനിൽ നിന്ന് എടുക്കപ്പെട്ടതുകൊണ്ട് നാരി എന്നവൾ വിളിക്കപ്പെടും. ദൈവത്തിന്റെ കാർമ്മികത്വത്തിൽ ആദ്യത്തെ കുടുംബം രൂപം കൊണ്ടു. ഈ കുടുംബത്തിൽ ഉണ്ടാകേണ്ട ഒരു സുപ്രധാന കാര്യം ദൈവം അവിടെ തന്നെ പറഞ്ഞു വെച്ചു. അതിനാൽ പുരുഷൻ മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ചേരും, അവർ ഒറ്റ ശരീരമായി തീരും. ഉൽപ്പത്തി 2:24. കുടുംബങ്ങൾക്ക് എക്കാലത്തേക്കുമുള്ള ഒരു സത്യം അവിടുന്ന് വെളിപ്പെടുത്തി. അത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള സുദൃഢമായ ബന്ധമാണ്. ഈ ജീവിതത്തിൽ മൂന്നാമതൊരു വ്യക്തിക്ക് പ്രാധാന്യം ഇല്ലാത്ത അവർ രണ്ടുപേരും മാത്രം ഉൾക്കൊള്ളുന്ന സവിശേഷ ബന്ധം. വിശുദ്ധ ഔപ്രാസ്യമ്മ സഹോദരിമാരോട് പറഞ്ഞു, നമുക്ക് കുടുംബങ്ങളിലേക്ക് പോകാം. ഇന്ന് ഏതൊരു രാജ്യത്തിനും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന വലിയ വിപത്താണ് കുടുംബങ്ങളുടെ തകർച്ച. വിവാഹമോചനം ഇന്നൊരു ഫാഷനായി തീർന്നിരിക്കുന്നു. എന്തിനു വിവാഹം കഴിച്ചു എന്ന് ചോദിച്ചാൽ പോലും പലർക്ക് ഉത്തരമില്ല. 1917 കാനൂൺ നിയമത്തിൽ വിവാഹത്തിന്റെ പ്രാഥമിക ലക്ഷ്യം സന്താനോത്പാദനവും മക്കളുടെ ശരിയായ വളർത്തലുമാണെന്നും രണ്ടാമത്തെ ലക്ഷ്യം ദാമ്പത്യ അവിശ്വസ്തത ഒഴിവാക്കൽ ആണെന്നും പ്രത്യേകം പറഞ്ഞു വെച്ചിരിക്കുന്നു. രണ്ടാം വത്തിക്കാൻ കൗൺസിൽ ഈ ലക്ഷ്യത്തെ ഇപ്രകാരം നിർവചിച്ചു: വിവാഹം, ദാമ്പത്യ സ്നേഹം, സന്താനോത്പാദനവും അവരുടെ ശരിയായ വളർച്ചയും ലക്ഷ്യം വഹിക്കുന്നു. അടുത്ത കാലത്ത് പ്രസിദ്ധീകരിച്ച കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം ഉത്തമമായ കാഴ്ചപ്പാടിൽ ഇതിനെ നിർവചിക്കുന്നു. ദമ്പതിമാരുടെ ലൈംഗിക വീഴ്ചയ്ക്ക് 2 ലക്ഷ്യങ്ങളുണ്ട്: ദമ്പതിമാരുടെ സ്നേഹവും സന്താനോത്പാദനവും. 2363 ഖണ്ഡിക. ഇവിടെ ഒന്ന് മറ്റതിനേക്കാൾ അപ്രധാനമല്ല, രണ്ടും ഒരുപോലെ പ്രധാനപ്പെട്ടത് തന്നെ. നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ദാമ്പത്യ സ്നേഹത്തിന്റെ മാറ്റ് കുറഞ്ഞു വരുന്നു എന്നത് ഏവരും സമ്മതിക്കുന്ന കാര്യമാണ്. പുറമേ ഭംഗിയുള്ളതെന്ന് തോന്നിക്കുന്ന പല കുടുംബങ്ങളും വേർപിരിയലിന്റെ വക്കിലാണ്. സ്വാർത്ഥതയും വിധേയത്വമില്ലായ്മയും അനേകം ദമ്പതികളെ ഗ്രസിച്ചു കഴിഞ്ഞു. മറുവശത്താകട്ടെ ജനപ്പെരുപ്പത്തിന്റെ പേര് പറഞ്ഞ് നാം നടത്തുന്ന മുറവിളികൾ നാശത്തിലേക്ക് നമ്മെ നയിക്കുന്നത് നാം അറിയുന്നേയില്ല. എല്ലാ രാജ്യങ്ങളിലും തന്നെ വൃദ്ധരുടെ എണ്ണം ഏറി വരുന്നു. ന്യൂക്ലിയർ കുടുംബങ്ങളാണ് ഈ തലമുറയ്ക്ക് ഇഷ്ടം. ഇത്തരം കുടുംബങ്ങളിൽ പരസ്പരം പങ്കുവെക്കുവാനും അപരനെ കൈനീട്ടി സഹായിക്കാനും നാം മറക്കുന്നു. ഈ അണുകുടുംബങ്ങൾ, സന്തുഷ്ട കുടുംബങ്ങൾ ദൈവത്തിന്റെ പദ്ധതിക്ക് എതിരാണ്. വിവാഹത്തിന്റെ യഥാർത്ഥ ലക്ഷ്യത്തെ അത് ഹനിക്കുന്നു. ഈ ക്രിസ്തുമസ് കാലത്തിൽ കുടുംബങ്ങളുടെ, പ്രത്യേകിച്ച് ദമ്പതികൾ തമ്മിലുള്ള സ്നേഹത്തിന് എവിടെയെങ്കിലും കോട്ടം തട്ടിയിട്ടുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഉണ്ടെങ്കിൽ അത് പരിഹരിച്ച് തങ്ങളുടെ കുടുംബജീവിതം ഭദ്രമാകാൻ നമുക്ക് കഴിയട്ടെ. എന്തിനു വിവാഹിതരായി എന്നത് സഭയുടെ പ്രബോധനത്തിൽ നിന്നും നമുക്ക് പഠിക്കാം. സഭാ മക്കൾക്ക് മാത്രമല്ല, ഏതൊരു സമുദായത്തെയും ശക്തിപ്പെടുത്തുന്നതാണ് കുടുംബ ബന്ധങ്ങൾ. അത് ഉൾക്കൊണ്ടുകൊണ്ട് ഉത്തരവാദിത്വപൂർണമായ ജീവിതശൈലി നമുക്ക് രൂപപ്പെടുത്തേണ്ടതുണ്ട്. കുടുംബങ്ങളുടെ തകർച്ച സഭയ്ക്കും സമൂഹത്തിനും ഭൂഷണമല്ല. ഉണ്ണിയേശു നമ്മുടെ ഹൃദയങ്ങളിൽ ജനിക്കട്ടെ. ജോസഫിനെ പോലെയും മറിയത്തെ പോലെയുമുള്ള മാതൃകാ ദമ്പതികളായി നമ്മുടെ കുടുംബങ്ങളിൽ മാതാപിതാക്കൾ ആയിത്തീരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ആമേൻ.